നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിരവധി വാഹനമോഷണ കേസുകളിലെ പ്രതികളെ പിടികൂടിയ ചേർപ്പ് പോലീസിന് ചേർപ്പ് ജനമൈത്രി സമിതിയുടെ ആദരം. SI അഫ്സൽ, ASI സജിബാൽ, CPO റിൻസൺ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആദരിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പകൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമരസംഗമം നടത്തി. ചേർപ്പ് തായംകുളങ്ങരയിൽ സംഘടിപ്പിച്ച സമരസംഗമം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിരവധി വാഹനമോഷണ കേസുകളിലെ പ്രതികളെ പിടികൂടിയ ചേർപ്പ് പോലീസിന് ചേർപ്പ് ജനമൈത്രി സമിതിയുടെ ആദരം. SI അഫ്സൽ, ASI സജിബാൽ, CPO റിൻസൺ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആദരിച്ചു. ചേർപ്പ് SHO രമേശ്, ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ്, സമിതി അംഗങ്ങളായ അഭിലാഷ്, ജയമോഹൻ, പ്രസാദ് കിഴക്കൂട്ട്, രഞ്ജിഷ് വല്ലത്ത്, വിമൽ, ആദം ഷാജി, ദിലീഷ്, അലക്സി, അൽതാഫ്, സക്കീർ അലിം എന്നിവർ സംസാരിച്ചു. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണ്. ഞാൻ ഇവിടെ വന്നിട്ടാകെ ഒരു മാസമായിട്ടുള്ളൂ. 2022 ഞാൻ SI ആയിട്ട് കയറിയത്. അപ്പോൾ അതിനുശേഷം കുറേ കേസുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കേസ് ഇതായിരുന്നു. കാരണം ഇതങ്ങനെ പ്രത്യേകിച്ചൊരു എവിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് ഒരുപാട് ബുദ്ധിമുട്ടി ഇതുപോലെ CCTVയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു കേസ് നമ്മൾ കണ്ടെത്തിയത്. പക്ഷേ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ടൊരു 3 പ്രാവശ്യത്തോളം കോയമ്പത്തൂർ പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരുപാട് മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഉള്ളതുകൊണ്ട് പങ്കെടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇവിടെയുള്ള ആദ്യത്തെ ഒരു മോഷണ കേസാണത്. അപ്പോൾ അത് പിടിക്കണം എന്നുള്ളൊരു ഉറച്ചായൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനു വേണ്ടി മെനക്കിട്ട് ഇറങ്ങിയത്. ഇതിനുവേണ്ടി നമ്മുടെ ടീം നല്ലപോലെ സഹകരിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പകൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ലഘുഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു ആയയെ നമ്മളിവിടെ നിയമിക്കും. ആ ആയയെ നിയമിക്കാനുള്ള ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടന്നാൽ ഏപ്രിലിൽ തന്നെ ആയയെ നിയമിക്കും. ആയയെ നിയമിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പകൽ വീട് തുറക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ അതിനൊരു ചാർജുള്ള ഒരാൾ വേണം. ഇവിടെ വന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി കൊടുക്കാനെങ്കിലും ഒരാൾ ഇവിടെ വേണം. അപ്പോൾ ആളെ കൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്കുള്ള കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളടക്കം പഞ്ചായത്തിൻ്റെ പദ്ധതി വീതത്തിൽ നിന്നുണ്ടാവും. അപ്പോൾ ഒരു കുറച്ച് നേരം വന്നിരിക്കുമ്പോൾ ചായ കുടിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് പകൽ വീട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കുക. അതിൻ്റെ ആദ്യം പഠിക്കുകയാണ് ഇത് വെക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഏപ്രിൽ ആദ്യ ആഴ്ചയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുക. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ആയനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ആരംഭിക്കാം. പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പകൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ICDS സൂപ്പർവൈസർ PS ഷമീന എന്നിവർ സംസാരിച്ചു. 1,57,000 രൂപ ചെലവഴിച്ച് ഫർണിച്ചറുകൾ, പാചകപാത്രങ്ങൾ, TV തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത്. കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമരസംഗമം നടത്തി. ചേർപ്പ് തായംകുളങ്ങരയിൽ സംഘടിപ്പിച്ച സമരസംഗമം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഓരോ സാധാരണക്കാരനെയും അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് വ്യക്തമായി ഇവിടെ പറയുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രശ്നം, ഒരു വിപത്ത്, അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിവിധ ജില്ലകളിൽ 500ഓളം യൂണിറ്റുകൾ ഇതിനു വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് നിന്ന് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ലൈഫ് പദ്ധതിയിലൂടെ വീടില്ലാത്തവർക്ക് വീടൊരുക്കി കൊടുക്കാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്ത്
ലക്ഷക്കണക്കിന് പേരെ കുടിയൊഴിപ്പിക്കുന്ന പദ്ധതി ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോവുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതികളെ നമ്മൾക്കൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. വിനാശകരമായ കേരയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുക, സമരക്കാർക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചേർപ്പ് തായംകുളങ്ങര സെന്ററിൽ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമരസംഗമം നടത്തിയത്. സംസ്ഥാന കേരയിൽ വിരുദ്ധ ജനകീയ സമിതി രക്ഷാധികാരി മിനി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ചെയർമാൻ ശിവദാസ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന രക്ഷാധികാരി പ്രൊഫസർ കുസുമം ജോസഫ്, ഡോക്ടർ PS ബാബു, VS ഗിരീശൻ, പ്രവീൺ ചെറുവത്ത്, M സുജിത് കുമാർ, VI ജോൺസൺ, പ്രിയലത പ്രസാദ്, CR ഉണ്ണികൃഷ്ണൻ, AM സുരേഷ്, ധന്യ സുനിൽ, C കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സമിതി യോഗം ചേർന്നു. SHO C രമേശ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത്, SI ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയലത പ്രസാദ്, EV ഉണ്ണികൃഷ്ണൻ, അൽഫോൺസ പോൾസൺ, CPO റിക്സൺ, ജനമൈത്രി സമിതി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഏതൊരു ക്രൈം ചെയ്യുന്നതിനും നമ്മളെ മാറ്റി നിർത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിന് ഉള്ള ഒരു ഭയമാണ്. ശരിയല്ലേ? പോലീസ് സ്റ്റേഷൻ, അയ്യോ ഒരു കേസുണ്ടായ പോലീസ് സ്റ്റേഷനിൽ പോകാം, പ്രശ്നങ്ങളാവും, കോടതി കേസും കാര്യങ്ങളും ആവും. പക്ഷേ ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ പഴയ പോലെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ കേസും കോടതിയെന്നല്ല, പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഒരു പേടിയാണ്, അയ്യോ അടി കിട്ടുമോ, ശരിയല്ലേ? അവിടെ പോലീസുകാരെന്ത് ചെയ്യും? ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോണേക്കാൾ സുഖമാണ്. ഒരു വില്ലേജ് ഓഫീസിൽ പോയി നോക്കൂ, നിങ്ങൾ അവിടെ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇടയിൽ കയറി നോക്കും, അവിടെ മാറിക്ക് പറയും, ശരിയല്ലേ? ശ്രദ്ധിച്ചു നോക്ക്. ഭൂരിപക്ഷം എല്ലാവരും പറയില്ല, നല്ല ആൾക്കാരുണ്ടാവാം, പക്ഷേ ജനറലായിട്ട് നമ്മളൊന്ന് തിക്കി തിരക്കിയിട്ട് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളൊരു വർത്തമാനത്തിന് ഒന്ന് മാറിക്ക് പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. അയ്യോ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനെ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് വേണ്ട ഒരു എന്താ പറയുക, ആ ഒരു ഇത് നഷ്ടപ്പെടുന്നില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ജനമൈത്രി കൊണ്ട്. ജനമൈത്രി കൊണ്ട് ഗുണങ്ങളുണ്ട്, പക്ഷേ നമ്മൾ പോലീസ് എന്ന നിലയ്ക്ക് കാണേണ്ട ഒരു സ്ട്രിക്ട്നെസ്, അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം എല്ലാം ഒരു ഫ്രണ്ട്ലി മാനർ ആകുമ്പോൾ ഇത് ഡീൽ ചെയ്യുന്നത് കുറേയൊക്കെ ക്രിമിനൽസുമായിട്ടാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ നല്ല ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ഇല്ലല്ലോ എല്ലാവരും, കുറേ പേരൊക്കെ ക്രിമിനൽസാണ്. അതുകൊണ്ട് തന്നെ ഈ ജനമൈത്രിക്ക് നല്ലതുകൊണ്ട് ചെയ്തു പറയാൻ കാരണം, ഒരു പക്ഷേ എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഈ ക്രൈം പൊതുവെ കറണ്ടില്ല, എവിടെയായാലും വെട്ടും കൊലയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ ഡ്രഗ്സിൻ്റെ പ്രശ്നം, ഇതൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് പിള്ളേർ, മറ്റേ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് വന്നാൽ ഭയങ്കര പേടിയാണ്. ഒരു പോലീസ് ജീപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ഓടിപ്പോകും. അംഗങ്ങളായ KR സിദ്ധാർത്ഥൻ, മുഹമ്മദ് അൽത്താഫ്, MG അഭിലാഷ്, ഷാജി യാദം, MS അലക്സി, പ്രസാദ് കിഴക്കൂട്ട്, രഞ്ജിഷ് വല്ലത്ത്, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 15-16 വയസ്സ് തൊട്ടുള്ള കുട്ടികളാണ് മിക്ക ദിവസവും പത്രങ്ങളിൽ, വാർത്തകളിൽ 19 വയസ്സ് 20 വയസ്സ് ഏകദേശം ആ ഒരു ഏജിൽ, അത് വിട്ടിട്ട് പോകുന്നവർ വളരെ ചുരുക്കമാണ്. ആ ഒരു ഏജിലുള്ള പിള്ളേരുകളാണ് ഈ ലഹരി മാഫിയയുടെ വിൽപ്പനക്കാരും അല്ലെങ്കിൽ ഉപയോക്താക്കളായിട്ട് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതിൽ നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഒത്തൊരുമിച്ചുള്ളൊരു പ്രവർത്തനത്തിൽ കൂടെ തന്നെയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. കാരണം നമ്മളൊരു സ്ഥലത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമകരമായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അവരറിയുമെന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. അത് വളരെ കുറച്ച് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് സാർ എടുത്തു പറയുന്നത്. ആരാണ് അവരറിയിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾക്ക്, കാരണം ഈ ആളുകളുടെ നമ്മളോടുള്ള പിന്നീടുള്ള റിയാക്ഷൻ കണ്ടാൽ നമുക്കറിയാം നമ്മളാണ് ആ വിവരം അറിയിച്ചിരിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് അവരറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതൊരു എല്ലാവർക്കും, എല്ലാവരുടെ ജീവനും എല്ലാവരുടെ കുടുംബത്തിലുള്ളവരും സേഫ് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒപ്പം സമൂഹത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. ആറാട്ടുപുഴ തേവർ റോഡിൽ വാഹനാപകടം, ബൈക്കിടിച്ച് കാൽനടയാത്രികർക്ക് പരിക്കേറ്റു. എട്ടുമന സ്വദേശി കോലിയൻ വീട്ടിൽ 29 വയസ്സുള്ള രമിൽദാസ്, പല്ലിശ്ശേരി സ്വദേശി പല്ലിശ്ശേരി വീട്ടിൽ 40 വയസ്സുള്ള വിനോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനോടനുബന്ധിച്ച് ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ അളവെടുപ്പ് നടത്തി കല്ലിടൽ പൂർത്തിയായപ്പോൾ നിരവധി വ്യാപാരികളും വീട്ടുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ട അവസ്ഥയിലും പല വീടുകൾക്കും മധ്യത്തിലൂടെയുമാണ് അളവെടുപ്പ് നടത്തി കല്ലിടൽ പൂർത്തിയാക്കിയിട്ടുള്ളത്.
വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും പൊളിച്ചു നീക്കിയതിനു ശേഷം ഇവരെല്ലാം എന്ത് ചെയ്യുമെന്നതിനെക്കുറിച്ചോ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവും അധികൃതർ നൽകിയിട്ടില്ല. തൃശൂർ ടൗണിൽ പോലുമില്ലാത്ത വീതിയിലാണ് ഒല്ലൂർ റോഡിന്റെ അളവെടുപ്പ് പൂർത്തിയാക്കിയതെന്നും വ്യാപാരികൾ പറയുന്നു. വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും ന്യായമായ രീതിയിൽ വലിയ കേടുപാടുകളില്ലാതെ വികസനത്തിന് അവർ തയ്യാറാണെന്നും വ്യാപാരികൾ പറയുന്നു. ഇത്രത്തോളം വികസനം ഇവിടെ വരുത്തേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് വ്യാപാരികൾ ഉന്നയിക്കുന്ന ചോദ്യം. വർഷങ്ങളായി തങ്ങൾ നടത്തിവരുന്ന സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരുമ്പോൾ ഉപജീവനത്തിന് മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നതും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നു. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇവരെ ധരിപ്പിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും വരുന്ന റോഡിന്റെ സ്കെച്ച് കാണണമെന്ന വ്യാപാരികളുടെ ആവശ്യത്തിന് അധികൃതർ മതിയായ മറുപടി നൽകിയില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. ഇതിലെല്ലാം തന്നെ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയവും വ്യാപാരികൾ ഉന്നയിക്കുന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ മേഖല തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബെന്നി സ്പെക്ട്ര അധ്യക്ഷത വഹിച്ചു. മേഖലാ വെൽഫെയർ ചെയർമാൻ പി സഹജൻ പെൻഷൻ വിതരണം അവതരിപ്പിച്ചു. ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് CS ഷിബു, കുറുക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ്, മേഖലാ സെക്രട്ടറി KK രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് വസതിനി, തൃശൂർ ട്രാഫിക് SI ലീല ഗോപൻ, ജില്ലാ ട്രഷറർ സുനിൽ ബ്ലോക്ക്സ്റ്റോൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് PN സുനിൽ, തൃശൂർ ജില്ലാ ക്ഷേമനിധി ചെയർമാൻ സാജു താര, തൃശൂർ മേഖലാ സാന്ത്വനം കോർഡിനേറ്റർ M സത്യൻ, മേഖലാ ട്രഷറർ P രതീഷ് എന്നിവർ സംസാരിച്ചു. ആനയെഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി പൂരപ്രേമി സംഘം. മധുരം വിതരണം ചെയ്ത് പൂരപ്രേമി സംഘം പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. മണികണ്ഠനാൽ ഗണപതിക്ക് തേങ്ങയടിച്ച പൂരപ്രേമി സംഘം പ്രവർത്തകർ തുടർന്ന് കോടതി വിധി റിപ്പോർട്ട് ചെയ്ത ദിനപത്രങ്ങൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു. പൂരങ്ങൾ കേരളത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അത് തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോരാടാൻ പൂരപ്രേമി സംഘം സുസജ്ജമാണെന്ന് കൺവീനർ വിനോദ് കണ്ടംകാവിൽ പറഞ്ഞു. പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, സോപാന ഗായകൻ അമ്പലപ്പുഴ വിജയകുമാർ, പൂരപ്രേമി സംഘം ഭാരവാഹികളായ അനിൽകുമാർ മോച്ചാട്ടിൽ, അരുൺ, PV സജേഷ് കുന്നമ്പത്ത്, സെബി ചെമ്പനാടത്ത്, മുരാരി എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി താന്യം പഞ്ചായത്തിന് കീഴിലെ മൃഗാശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. മൃഗാശുപത്രിയിൽ 1 മാസക്കാലമായി ഡോക്ടറുടെ സേവനം ലഭിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഡോക്ടറെ നിയമിക്കുക, ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VK സുശീലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ട്രഷറർ VK പ്രദീപ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, നേതാക്കളായ KN വേണുഗോപാൽ, ലൂയിസ് താണിക്കൽ, ജോസഫ് തേക്കാനത്ത്, നിസാർ കുമ്മംകണ്ടത്ത്, EM ബഷീർ എന്നിവർ സംസാരിച്ചു. കേച്ചേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും ഭഗവതിക്ക് ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും കവർന്നു. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ കാർത്യായനി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേച്ചേരി താളൂർ റോഡിലുള്ള പെരുമണ്ണ പിഷാരിക്കൽ കാർത്യായനി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരങ്ങളുടെയും പൂട്ട് തകർത്ത് പണം കവർന്നു. കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തുള്ള അലമാരയിൽ സൂക്ഷിച്ച പണവും മോഷണം പോയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ പൂജാതി കർമ്മങ്ങൾക്കായി ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി പുത്തിലത്ത് വാസുദേവൻ എമ്പ്രാന്തിരിയും ക്ലർക്ക് രാജനും വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെത്തി പോലീസിൽ വിവരം അറിയിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധൻ KP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡിലെ സൈന എന്ന പട്ടിയും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് കാർ യാത്രികനായ ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാറ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്.
ഇന്ന് പുലർച്ചെ 5:30 പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിനടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ മുൻപിൽ പോയിരുന്ന ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ പീറ്ററിനെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ പീറ്ററാണ് കാർ ഓടിച്ചിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ സൂസൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8290 രൂപ, പവന് 66,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നിരവധി വാഹനമോഷണ കേസുകളിലെ പ്രതികളെ പിടികൂടിയ ചേർപ്പ് പോലീസിന് ചേർപ്പ് ജനമൈത്രി സമിതിയുടെ ആദരം. SI അഫ്സൽ, ASI സജിബാൽ, CPO റിൻസൺ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആദരിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പകൽ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമരസംഗമം നടത്തി. ചേർപ്പ് തായംകുളങ്ങരയിൽ സംഘടിപ്പിച്ച സമരസംഗമം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.